നീ വരില്ല നെല്ലിയാമ്പതിയില് ഒരു സുന്ദരിന്റെ കള്ളയും കുഞ്ഞും പിഞ്ഞും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് അവിടെ. ഞാൻ നോക്കട്ടെ കേട്ടോ, നിനക്ക് പറ്റിയ വല്ലവരും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ട് വരാം. അതെ ഐ സന്തോഷായി. അയ്യടാ അവിടെ വല്ല വല്ല കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മറ്റേ വല്ല അമ്മായിമാരുണ്ടോ നോക്കട്ടെ, കൊണ്ടുവരാവേ. അവൻ തന്നെ അല്ലേ പാന്റും കോട്ടൊക്കെ ഇട്ടാണോ വന്നേക്കുന്നത്? പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. അടിച്ചല്ല അപ്പൊ അതാണ് ആളിങ്ങനെ മൈൻഡിൽ മാറിപ്പോയാ. ആള് മാറി. എന്റെ വാടിയതല്ല, എന്റെ പാപ്പാൻ തന്നെ ഒരു ഡൗട്ട്. എടാ അതന്നെയാണ് ആള്, നീ പേടിക്കണ്ട. ഞാൻ ടാറ്റ പോവാ, ടാറ്റ. ഞാൻ പോവാ. എന്നും നിന്നെ കൊണ്ടുവന്ന് താരാട്ട് പാടിയിട്ട് നിന്നാ മതിയാ. ഇതേ പിടിച്ചു പോണ്ടാന്ന് പോണ്ട. ഞാൻ പോയിട്ട് വരാവേ ട്ടാ. എൻ്റെ മോൻ കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ. സാധാരണ ഉണ്ടാവണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ടൂറ് പോകാനായിട്ട് ഇറങ്ങും, എന്നിട്ട് വഴിയെത്തും. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ജിഗിട് കാണിക്കും, ഞാൻ വീണ്ടും തിരിച്ചു വരും. ഞങ്ങൾ ചക്കനൊരു കുഴപ്പം കാട്ടൊന്നുമില്ല, ചക്കൻ മര്യാദ. ഞാൻ പോയിട്ട് വരാം കേട്ടാ, ഒരു കുഴപ്പമുണ്ടാവൂല. നമുക്കൊരു സന്തോഷമല്ലേ ഒരാളെങ്കിൽ ഒരാൾ ചേട്ടൻ ചെയ്യണത് അല്ലെങ്കിൽ ചേട്ടൻ്റെ ആ കാര്യങ്ങൾ ഭംഗിയാട്ടോ എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം കിട്ടാനുള്ളത്. അപ്പോൾ കുറേ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് എൻ്റെ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ ഒരു 4 മാസമായിട്ട് നമുക്ക് ആനയുടെ അടുത്ത് അറിയാലോ, നമ്മുടെ ആനേനെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആനയുടെ അസുഖങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, ശരീരം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആന ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ എങ്ങനെ പറയുക, 4 മാസം ആണ് ഞാൻ സാധാരണ അങ്ങനെ കണക്ക് വയ്ക്കാറ്. 4 മാസം 4 മാസം കൊണ്ട് അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും, അസുഖങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം 4 മാസമായി, ആനയുടെ അസുഖങ്ങൾ കാര്യങ്ങളെല്ലാം മാറി. അപ്പോൾ പിന്നെ ഇന്ന് ഞാനൊന്ന് ഫ്രീ ആവാമെന്ന് തീരുമാനിച്ചു. കുറേ ദിവസമായി ലീവൊക്കെ എടുത്തിട്ട്. ഇപ്പം എല്ലാ പ്രാവശ്യം ആനയുടെ ആയിട്ട് സംബന്ധിച്ച് ആനയായിട്ട് ബന്ധപ്പെട്ട വ്ളോഗുകളല്ലേ ചെയ്യാറ്. ഇന്ന് വെറുതെ ഒരു വെറൈറ്റി, എന്താ പറയുക, മനസ്സിനൊക്കെ ഒരു സമാധാനം. ഇപ്പം ഒരു ടെൻഷനും ഇല്ല, അതായത് യാതൊരു വകവിധ ടെൻഷനുകളും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആനേനെ രാവിലെ അഴിച്ചു വിട്ടു, തറീന്ന് അഴിച്ച് വൈകുന്നേരം അതിനെ കൊണ്ട് കെട്ടണ വരെയാണ് നമുക്ക്. അത് കൊണ്ട് കെട്ടിയാലാണ് നമ്മളൊരു ആനക്കാരനാവുക. അപ്പോൾ അത് കെട്ടണ വരെ നമ്മുടെ മനസ്സിലൊരു വേദന അല്ലെങ്കിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാനും നമുക്ക് എന്താ പറയുക, മനുഷ്യനല്ലേ ഒരു ഇന്ന് ഞങ്ങളുടെ നെല്ലിയാമ്പതിയിലേക്ക് പോന്നു. ഞാൻ നെല്ലിയാമ്പതിയിലാണ് ഇപ്പോൾ ഉള്ളത്. നെല്ലിയാമ്പതി കയറണുള്ളൂ, കയറി വരണുള്ളൂ. ഞാൻ ഇങ്ങനെ പറയുള്ളൂ, നമ്മുടെ ആനക്കാർ സുഹൃത്തുക്കൾ എല്ലാവരോടും കൂടിയിട്ട്, ആനക്കാർ സുഹൃത്തുക്കളോടാട്ടോ കൂടുതൽ പറയുന്നത്. നിങ്ങളുടെ ജോലി എപ്പോഴും ആന 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 എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ സാധനം വരും.
അപ്പം ഇടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആനയുടെ പരിപാലനങ്ങളും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കഴിഞ്ഞ് എല്ലാ പണിയും കഴിച്ച് നേരത്തെ വെച്ച് ഒന്ന് വന്ന് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് വന്നേ. താഴത്തേക്കൊക്കെ ഒന്ന് നോക്കിയേ, എന്തിട്ടാണെന്ന് നോക്കിയേ. നല്ല രസമല്ലേ നോക്കിയേ എല്ലാ ഭാഗവും. അങ്ങോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വടി കിട്ടും. ആനേനെ ഇപ്പം ഇടയ്ക്ക് 2 പടയൊക്കെ കൊടുക്കാനുള്ള വടികളൊക്കെ ഇതിലുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും നമുക്കിത് വടി പറിക്കാനുള്ള പെർമിഷൻ ഇല്ല. നമ്മൾ അവിടെ ഫോറസ്റ്റിൻ്റെ അവിടുത്തെ നിന്ന് അനുമതി വാങ്ങി, ഫോറസ്റ്റിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷം ഫോറസ്റ്റിൻ്റെ ഗാർഡുകൾ അവർ നമ്മളെ സഹായിക്കാൻ വരും. അങ്ങനെ വന്നൊക്കെയാണ് കയറി വടി പറിക്കാൻ പാടുള്ളൂ. അല്ലാതെ കാട്ടിൽ കയറി ഒരു ഇല പോലും വെട്ടിയാൽ അത് കേസാണ്. അപ്പം അത് നമ്മുടെ ആനക്കാർ സുഹൃത്തുക്കൾ കുറച്ച് മണ്ടത്തരങ്ങൾ കാണിച്ചു. കാട്ടിൽ കയറി ആ വടി വെട്ടിയിട്ട് അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പം തന്നെ കേസായി. അപ്പം അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ആവശ്യമുണ്ടോ വടി, ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വടി വേണോ, അതാണെങ്കിൽ ഞാൻ സാർമാരോട് പറഞ്ഞാൽ മതി. അതിരപ്പള്ളിയിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ ആണെങ്കിലും സാർ അങ്ങനെ ആനയുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു 4-5 വടി വെട്ടണമെന്നൊന്നും ഒരു കുഴപ്പമില്ല. ഇത് വന്നിട്ട് പിന്നെ വടി വെട്ടാനാന്ന് പറഞ്ഞ് വന്നിട്ട് 10 വെട്ടിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 കെട്ട് വെട്ടി തലയിൽ വെച്ചിട്ട് പോവാ. അവർ സമ്മതിക്കുമോ? വടി വെട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 കെട്ട് വടി പറിച്ച് കെട്ടി കൊണ്ടുപോകും. അപ്പൊ അവര് സമ്മതിക്കില്ല. നമുക്ക് ആവശ്യമുള്ളത് 10 അത് മാത്രം പറിക്കുക. അത് അവരുടെ അനുമതിയോട് കൂടിയിട്ട്. ഇടയ്ക്കൊക്കെ മനസ്സിനൊക്കെ ഒരു സമാധാനം വേണ്ട. ഇപ്പൊ ആനക്കാരോട് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും. ഇപ്പൊ എൻ്റെ വീഡിയോസുകളൊക്കെ അധികം കാണുന്നതൊക്കെ സാധാരണക്കാരായ ആൾക്കാരും പിന്നെ വിദേശത്തുള്ള ആൾക്കാരും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന എൻ്റെ സബ്സ്ക്രൈബറുള്ള ആൾക്കാരുകളൊക്കെ അധികവും വിദേശത്തുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും എന്നെ അറിയണ ആൾക്കാരും എൻ്റെ ആനക്കാര് സുഹൃത്തുക്കൾ വരെ എന്നോട് പറയുക, എടാ വിനു നിന്റെ വീഡിയോ അടിപൊളിയാട്ടാ, ഞാൻ തന്നെ 2-3 പ്രാവശ്യം ഇരുന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവര് പോലും നമ്മൾ ചെയ്യുന്നത് അവർക്ക് വരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ വിൻചേട്ടാ വീഡിയോ അടിപൊളിയാട്ടോ, സൂപ്പറാട്ടോ, അല്ലെങ്കിൽ വിൻചേട്ടൻ്റെ വീഡിയോസുകളൊക്കെ നല്ലതാട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. ആൾക്കാരുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അവിടെ പോയിട്ട് ഇന്നൊരു ദിവസം ഞാൻ നെല്ലിയാമ്പതിയിലുണ്ട്. ഒരു വൈകിട്ട് ഒരു 4 മണി വരെ ഉണ്ട്. 5 മണി ആകുമ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് താഴത്തേക്ക് പോകണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഈ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നും ഈ വീഡിയോ ആനയുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? എനിക്കൊരു സമാധാനം കിട്ടണ പോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ആൾക്കാർക്കും ആ ഒരു ഫീല് കിട്ടണം. എല്ലാവരും യാത്ര പോകണം കേട്ടോ. ഇപ്പൊ വീട്ടിലാണെങ്കിലും വയസ്സായ അമ്മമാര്, അപ്പന്മാര്, അച്ചച്ചന്മാര് അവരൊക്കെ ആയിട്ട് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ പോകുന്ന വഴിയിൽ അവരെയും കൂടി ഒന്ന് കൂട്ടി. എൻ്റെ അപ്പനമ്മ വരില്ലേ, അവരെ എങ്ങനെ വിളിച്ചാലും ഇനിയിപ്പോ അല്ലേ അവര് പറഞ്ഞ പോലെ പിടിച്ച് വണ്ടിയിൽ കയറ്റി വല്ല മൈക്ക് തട്ടി കൊണ്ടോണ്ടി വരും. അല്ലാണ്ട് അവരൊരു സ്ഥലത്തേക്ക് വരില്ല. ഞാൻ എവിടേക്ക് പോയാലും ഞാൻ വിളിക്കും, വരാൻ പറയും, പക്ഷെ വരില്ല. അവരവരെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാരും അല്ലെങ്കിൽ പെങ്ങന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടാവും. ഈ 4 ചുമരിന്റെ ഉള്ളിൽ നിങ്ങൾ ഭർത്താക്കന്മാരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവര്. ഈ അടുക്കള പണിയും അല്ലെങ്കിൽ വീട്ടിലെ പണിയും മറ്റുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ഇങ്ങനെ ഇരുന്ന് മുരടിച്ചിരിക്കുന്ന സമയത്ത് അവരെയും കൂടിയും കൊണ്ട് ഒന്ന് യാത്ര പോവുക. അപ്പൊ അവർക്കും ഒരു സന്തോഷമാവും. അപ്പൊ എന്തായാലും വഴിയെ നമുക്ക് പോവാം. ഇത് എൻ്റെ ഒരു ചെറിയൊരു വണ്ടി. ഇത് കുറേ വർഷങ്ങളായിട്ട് എന്നെ കൊണ്ട് നടങ്ങണത് ഇവനാണ്. ഒരാപത്തുകളും ഒന്നുമില്ലാതെ എൻ്റെ ആനയെ ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവനാണ് എൻ്റെ സാരഥി. ഇവനാണ് എന്നെ സ്ഥലത്തേക്ക് കൊണ്ടുവരാറുള്ളത്. ഇവൻ പോവാത്ത സ്ഥലങ്ങളില്ല കേട്ടോ. ഇവൻ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട കുറേ സ്ഥലങ്ങളിലേക്ക് ഇവൻ വന്നിട്ടുണ്ട്. ഇവൻ്റെ കൂടെയാണ് ഞാൻ പോക്ക്. ബാക്കിയുള്ളത് കുറച്ച് ഇങ്ങനെ പോണ വഴിയിലുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം പോവാം.
മലയുടെ മണ്ടയിലേക്ക് നമ്മൾ പോകാൻ പോകണം. അത് പോകാത്ത സ്ഥലം നല്ല കേട്ടോ, നെല്ലിയാമ്പതിയാ. ഒരു സുഖം, ഒരു ടെൻഷനും ഇല്ല. നമ്മൾ സാധാരണ ഒരു ആനയ്ക്ക് നമ്മൾ ചാർജ് എടുത്താൽ ഏകദേശം ഒരു 3-4 മാസം നമ്മൾ അവരെ വിട്ട് മാറില്ല ഒരു സ്ഥലത്തേക്ക്. അതിനിടയ്ക്ക് നല്ല തിരക്ക്, നല്ല പണി, അങ്ങനെ ഒന്ന് ക്ലിയറായി കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ നന്ദപ്പൻ ഓക്കെ ആയി. മുതലാളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നത് ആ സമയം 4 മാസമാണ്. ചേട്ടാ 4 മാസത്തിനുള്ളിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നോക്കി ഞാൻ അതിനെ ഉഷാറാക്കി പറ്റുമെങ്കിൽ റെഡിയാക്കാം എന്ന് പറഞ്ഞിരുന്നു, നോക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ദേ മയില് അയ്യട. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ന് ആൾക്കാരുകളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു സന്തോഷം. അപ്പം ഇന്നൊരു ദിവസം ഒന്ന് ലീവ് എടുത്ത് ഒന്ന് കറങ്ങാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇപ്പം പോകാൻ പറ്റിയ നല്ല സ്ഥലമുള്ളത് നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതിയിൽ പോയിട്ട് ആ സീതാരാകുണ്ടിലോ അല്ലെങ്കിൽ ആ കാരാപ്പാറയോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കണം. അപ്പോൾ വീഡിയോസ് നമുക്ക് പോണ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. ഇപ്പം എൻട്രി ഇപ്പം ഉണ്ടോയെന്നാണോ, ഇപ്പം കടത്തി വിടുമോയെന്ന് അറിയില്ല. എന്നാലും നോക്കാം. 9 മണിക്ക് ശേഷം കടത്തുള്ളൂ എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഇല്ല, കടത്തില്ല. ഓക്കെയാണ്. കയറിയുണ്ട്. ഏകദേശം നമ്മള് അവിടുന്ന് എൻ്റർ ചെയ്യുന്ന ഇങ്ങോട്ട് കയറി കാട്ടിലേക്ക്. വേറെ കേട്ടോ, നെല്ലിയാമ്പതിക്കാണ് പോണേ. നമ്മളെന്നും ഈ പണി തന്നെയല്ലേ, 4 മാസമൊക്കെ നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത പണികളായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോവാനോ അല്ലെങ്കിൽ ഒന്ന് യാത്രകളോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിരിപ്പിൽ തോന്നാണ് മൂന്നാർക്ക് പോകണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനപ്പോൾ വണ്ടി എടുക്കുക, ഒറ്റ വിടല്. യാത്ര ചെയ്യുമ്പോൾ മനസ്സിനൊക്കെ ഒരു സമാധാനം, സന്തോഷം കിട്ടും. അത് പിന്നെ ഇങ്ങനെ കാട്ടിൽ കൂടെ ഉള്ള യാത്രയാണ്. മനസ്സിന് നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഏത് രീതിക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും വിഷമങ്ങളും വേദനകളൊക്കെ വരുന്ന സമയത്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ യാത്ര പോകും. വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പോയി ഒന്ന് കറങ്ങിയൊക്കെ വരുമ്പോൾ ഒരു സമാധാനം കിട്ടും. എന്തായാലും വണ്ടി ഓടിക്കുകയാണ്. വണ്ടി ഓടിച്ചിട്ട് അധികം അങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ല. അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കാര്യങ്ങൾ ഞാൻ വണ്ടി നിൽക്കണ സ്ഥലത്ത് വെച്ച് നമുക്ക് ബാക്കി കുറേശ്ശെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എൻ്റെ ഉദ്ദേശം ചില്ലിക്കൊമ്പനാണ്. അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കണു. വഴിയിൽ കുറച്ച് വാനരന്മാർ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് അറിയാനാണ് നിൽക്കണം.
കറക്റ്റായിട്ട് അവർ ലൊക്കേറ്റ് ചെയ്യും. അവർക്ക് അറിയാൻ പറ്റും സ്ഥലം ഏത് ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് കയറാൻ പറ്റി കാട്ടിലേക്കൊന്നും കയറിയുള്ള പരിപാടിയൊന്നും നടക്കില്ല. അല്ലാതെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും നിന്ന് എടുത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റുള്ള ഗ്യാപ്പ് കിട്ടിയാൽ എടുക്കാം. ഫോറസ്റ്റിൻ്റെ നിയമങ്ങളുണ്ട്, അത് നമ്മൾ കർശനമായിട്ട് പാലിക്കണം. കാട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ മാലിന്യങ്ങളൊന്നും കൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ടുവന്ന് വലിച്ചെറിയാതിരിക്കുക. കുപ്പി, ബോട്ടിൽ, സാധനങ്ങൾ, ചില്ല് കുപ്പികൾ ഇങ്ങനെയൊന്നും കൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ടുവന്ന് ഇടരുത്. അതൊക്കെ കാട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാട് വഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ മൃഗങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവരുടെ കൈ കാലൊക്കെ കുപ്പിയൊക്കെ കൊണ്ട് ചവിട്ടി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. നാട്ടിലെ ആനകളാണെങ്കിൽ പിന്നെ കാല് പൊക്കി കാണിക്കാന്ന് വിചാരിക്കുക. കാട്ടിലെ ആനകൾ ആര് സംരക്ഷിക്കും? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊന്നും മലിനമാകാതിരിക്കുക. അതുമാതിരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടി പരമാവധി സ്പീഡ് കുറച്ച് യാത്ര ചെയ്യുക. മൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്ത് ചാടാം. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, മൃഗങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിഗണനയൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കണം. അതുമാതിരി തന്നെ ബൈക്ക് കൊണ്ടുവരുന്ന ആൾക്കാരുകൾക്കും കാൽനട യാത്രക്കാർക്കും നമുക്ക് ഈ വണ്ടി സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഈ ബസ്സിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പരമാവധി അവരെയൊക്കെ പരിഗണിക്കുക. ഇവിടെ ഇങ്ങോട്ട് ചവിട്ടിയാലോ? ഇവിടെ ഒന്ന് ചവിട്ടാം. എനിക്ക് നല്ല എയിമുള്ള സ്ഥലം പോലെ തോന്നുന്നു. നോ സ്മോക്കിംഗ്, നോ ആൽക്കഹോള്, ഇത് രണ്ടും. വഴിയൊക്കെ മോശം കേട്ടോ. നെല്ലിയാമ്പതി നാളൊക്കെ വരുമ്പോൾ നല്ല സൂപ്പർ വഴിയായിരുന്നു. കുറച്ച് ആളതിൽ വന്നിട്ട് എന്ത് നല്ല തണുപ്പാണ്. ഒരാശ്വാസം. എപ്പോഴും ഇങ്ങനെ ആന അഴിച്ചു വിട്ട കാര്യം ആനകൾ വഴക്കൊന്നും അല്ലെങ്കിൽ വഴക്കുണ്ടോ വഴക്കില്ല എന്നല്ല. ഒരാന അഴിച്ചു വിട്ടാൽ ഒരാനക്കാരന് അതിനെ കൊണ്ട് കെട്ടണ വരെ മനസ്സിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസമൊക്കെ ജോലി ചെയ്തിട്ട് ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സുഖം കിട്ടും. എനിക്ക് ഏറ്റവും നല്ല വഴി അല്ല ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. ഒന്ന് കമ്പന്തേനി, ഒന്ന് നെല്ലിയാമ്പതി, ഒന്ന് വാൽപ്പാറ, മലക്കപ്പാറ. ഇങ്ങനെയുള്ള വഴിയാണ് നല്ലത്. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയറി പോണ വഴിയുണ്ട്. അതുണ്ടോ എന്ത് രസം നോക്കി. കാരണം എനിക്കിങ്ങനെ നല്ല സ്ട്രേറ്റുകളുള്ള വഴിയൊക്കെ ഇഷ്ടമാക്കാൻ ഇങ്ങനത്തെ വഴിയാണ് നല്ലത്. കണ്ടോ സുഖമായിട്ടുള്ള തണുപ്പ്, സുഖം, ടെൻഷനുകളൊക്കെ ഇറങ്ങിപ്പോകും. വരണമെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ഈ കല്ല് വീണ് നടക്കുന്നുണ്ടോ? ഇതിലും ബൈക്കാർ വന്ന് പാവങ്ങൾ താഴത്തെ വ്യൂ ഇനി സമാധാനം. പണ്ടൊക്കെ ആൾക്കാരൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലായിരുന്നു. ആ വ്യൂ നോക്കി. നെല്ലിയാമ്പതിക്ക് ഇത്ര ഭംഗിയുണ്ടെന്നൊക്കെ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ വീഡിയോസുകൾ കണ്ടാൽ മനസ്സിലാവില്ല. ഇവിടെ വരുമ്പോൾ തന്നെ അത് മനസ്സിലാവുള്ളൂ.
വളക്കെട്ടൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, എൻ്റെ നടുക്ക് ചെന്നിരുന്നിട്ട് അവിടെ ഒരു വീഡിയോ ചെയ്യാൻ. ശരി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളായെന്നറിയാമോ ഒരു സന്തോഷമായിട്ട് മനുഷ്യൻ. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, എന്താ പറയാ, ടെൻഷൻ. കാരണം ഞാൻ എടുക്കുന്നത് വലിയൊരു റിസ്ക് ആണെന്ന് എനിക്കറിയാം. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മളെ വധിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ നിരന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പം നമ്മളിങ്ങനെ എനിക്ക് കിട്ടുന്ന ആനകൾ ഓരോന്നും കൂടി നമ്മൾ നോക്കണമല്ലോ. ഞാൻ ഈ വലിയ റിസ്ക് എടുത്താലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. റിസ്ക് എടുക്കുന്ന മനുഷ്യന്മാർക്ക് വിജയമുള്ളൂ. അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാവും, അല്ലെങ്കിൽ നമുക്കത് വേണ്ട. അടിപൊളി ഒരു മരം കിടക്കണമെന്നുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ, ഞാനതൊന്ന് മാറ്റിയിട്ടോട്ടെ. നല്ല ബൈക്കാരൊക്കെ ആ വളഞ്ഞ് വന്ന് കയറിയ വല്ല ബൈക്കാരൊക്കെ അവർ പിള്ളേരായിരിക്കും. നല്ല സ്പീഡിൽ നല്ല വഴിയല്ലേ. അപ്പോൾ പിള്ളേർ അതിനനുസരിച്ച് വരുമ്പോൾ ഒന്ന് ആ മരത്തിൻ്റെ കമ്പയിലൊക്കെ കയറി കഴിഞ്ഞാൽ വണ്ടി തെന്നി നേരെ താഴ്ത്തോട്ട് പോകും. ഇതൊക്കെ എന്താ പറയുക, നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. എന്നാലും അതങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷൻ വരും. സോ അത് ഇനി ആരെങ്കിലും വന്നിട്ട് അതുമ്പോൾ മുകളിൽ മറിഞ്ഞു വീഴുമോ, എന്തെങ്കിലും പറ്റുമോ? ഞാൻ തന്നെ നമ്മുടെ ആന വാഴപ്പിണ്ടിയാണ് കൂടുതൽ തിന്നുന്നത്. ഈ വാഴപ്പിണ്ടി തിന്നണ സമയത്ത് ഇതിന് ഭയങ്കര വഴുക്കൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബൈക്കുകാരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തിന്നാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരോട് വരെ പറയും, മോനെ ആ ഇരണ്ട അങ്ങോട്ട് നീക്കിയിട്ടേക്കടാ. വേറെ ഒന്നും കൊണ്ടല്ല, വല്ല ബൈക്ക് കൊണ്ട് വന്ന ആൾക്കാരൊക്കെ വീണ വല്ല എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലോ അത് ബുദ്ധിമുട്ടല്ലേ നമ്മുടെ ആന കാരണം കൊണ്ട്. അപ്പം അത്ര പോലും കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഈ വിജയങ്ങളൊക്കെ വരുന്നത്. മനസാക്ഷി, എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല. ഇപ്പം നല്ല സമാധാനമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മുടെ മലക്കപ്പാറയിൽ നിന്ന് വരുന്ന സമയത്ത് രസമുണ്ടായിരുന്നു. ഈ വണ്ടി തന്നെ അന്ന് ആരായിരുന്നു, ഞാനും എൻ്റെ 2 കൂട്ടുകാരന്മാരും കൂടിയിട്ട് പോയിട്ട് വരുന്ന സമയത്താണ്. അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു വാഗണർ ഒരു ആന ഓടിക്കണത് കണ്ടിട്ടുണ്ടാവും. ഓടി വന്ന് വണ്ടി മുഖമൊക്കെ നോക്കിയത് നമ്മുടെ വണ്ടിയായിരുന്നു. ആന അങ്ങോട്ട് ഞാൻ വിചാരിച്ചു പുള്ളി ഇങ്ങനെ നിന്നിട്ട് പറയണ പെട്ടെന്ന് ആ ഈ മുളയുടെ ഇടയിലൊരു അനക്കം ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അത് ആനയാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കലും അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വരുന്ന ഒരു സാധനം. വണ്ടി റിവേഴ്സ് എടുക്കണൊക്കെ ഒരു പരിധിയില്ലേ. കുറേ റിവേഴ്സ് എടുത്ത് പോയി. പുള്ളി പിന്നാലെ വന്നിട്ട് ഇടിക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഹോൺ അടിച്ചപ്പോൾ ആള് അവിടെ നിന്ന് തെന്നി ഓടി മാറിപ്പോയി. അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇടിച്ച് പറിച്ചിട്ടായിരുന്നു. നമ്മുടെ ചെറിയ വണ്ടിയല്ലേ. ഒരു ബൊലോറൊക്കെ മേടിക്കണം, നല്ലൊരു ബൊലോറൊക്കെ മേടിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. സീസണൊക്കെ കഴിഞ്ഞിട്ട് ദൈവം സഹായിച്ച എല്ലാം വരും. അതൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഈ കാട്ടിക്കടെ കൂടുതൽ പോകുന്നേ. ഇനി അത്യാവശ്യം യാത്രകളൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പം നമ്മുടെ കോഴ്സും കാര്യങ്ങളെല്ലാം ആനയ്ക്കുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവം സഹായിച്ചിട്ട് അവൻ്റെ ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പരിപാടികൾ എടുക്കണം. വ്യൂ നോക്കിയേ.
സ്ഥലങ്ങൾ എന്നറിയാമോ? ഞാൻ പിന്നെ വേറെ ഒന്നും അല്ല കേട്ടോ. ഇന്നിപ്പോ ഞാൻ ഏതായാലും ഇറങ്ങി. അപ്പൊ ആ പോകുന്ന കാഴ്ചകള് നമ്മുടെ സുഹൃത്തുക്കളെ കൂടി ഒന്ന് കാണിക്കണം. അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന കുറെ അമ്മമാരുണ്ട്. അമ്മമാരെ നിങ്ങളൊന്നും എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അല്ല, പറ്റില്ല എന്നല്ല, എങ്ങനെ ഞാൻ കൊണ്ടുപോവാ. പക്ഷെ ഞാൻ പോകുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഒരു ആനയുടെ ചാനൽ മാത്രമാക്കിയിട്ടല്ല കേട്ടോ എന്ന് ഉദ്ദേശിച്ചേക്കണേ. ഇവിടുന്ന് അങ്ങോട്ട് ഈ സീസൺ ഇനിയിപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് കറക്കായിരിക്കും. ഒട്ടുമിക്കതും നമ്മൾ നമ്മുടെ കുട്ടൻ്റെ പണി വീണ. അപ്പോഴത്തേക്കും കുട്ടനെ ഞാൻ നോക്കണ പോലെ തന്നെ നോക്കാൻ പറ്റിയൊരു പയ്യനെയാണ് ഇപ്പം ഞാൻ നിർത്തിയേക്കണേ. അപ്പോൾ അവൻ ഞാൻ ഇല്ലെങ്കിലും ആനയുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നൊരു പയ്യനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. അവന് സഹായിയായിട്ട് വേറെ 2 ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല. മുതലാളി പറഞ്ഞു, വിൻചേട്ടാ കുറേ നാളായില്ലേ നിങ്ങളിങ്ങനെ ഇരിക്കുന്നു ആനയുടെ മൂട്ടിൽ, രാവിലെ 6 മണിക്ക് വന്നാൽ വൈകിട്ട് 8:30 വരെ ആനയുടെ പണി എടുത്തിരിക്കുകയല്ലേ, നിങ്ങളൊന്ന് പോയി റൗണ്ടൊക്കെ അടിച്ചൊന്ന് കറങ്ങിയൊക്കെ വായോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കാണിക്കണേ. ഞാനധികം കാട് വഴിയാണ് കേട്ടോ എൻ്റെ പരിപാടികളൊക്കെ പോയി. അല്ലാതെ പിന്നെ അങ്ങനെ എന്താ പറയുക, വേറെ ഇതല്ല. ഇങ്ങനെ യാത്ര പോവുക, ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുക, വീഡിയോ എടുത്ത് ഇറക്കുക. പണ്ടത്തെ വീഡിയോസുകൾ ഒരുപാട് മറ്റേ എൻ്റെ പഴയ ഫേസ്ബുക്കിലായിരുന്നപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയത്. ഞാൻ പോവാത്ത സ്ഥലങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഞാൻ പോവാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. പുറത്തേക്ക് അങ്ങനെ അധികം പോകാനായിട്ടുള്ളൊരു താല്പര്യമില്ല. പോയിട്ടുണ്ട്. പണ്ട് ബൈക്കായിരുന്നു, ബുള്ളറ്റായിരുന്നു. അതാർന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും മൂന്നാർ വരെ പോയാലോ ഒന്ന് വണ്ടി എടുക്കുക വിടുക. അതുപോലെ തന്നെ ആനേനെ മതപ്പാടിൽ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മതപ്പാടിൽ ആന കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്യൂട്ടിയില്ല. അപ്പം ആ സമയത്ത് ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം ഞാൻ പോയാൽ 10, 15, 20 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരിക. ഞാൻ അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ചെയിൻ അടിച്ച് ഓരോ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ റൂം കാര്യങ്ങളൊക്കെ എടുത്ത് താമസിക്കൽ കുറവാട്ടോ. ഉറക്കം വന്നാൽ ബസ് സ്റ്റോപ്പിലേക്ക് കിടന്ന് ഉറങ്ങും. നല്ല പുഴമുണ്ട്, അവിടെ കുളിക്കും, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം കുറച്ച് നാളായിട്ട് പോയിട്ടില്ല. കുറച്ച് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമൊന്നുമില്ല. ഇപ്പോൾ നന്ദപ്പന അഴിച്ചതിന് ശേഷം പോയിട്ടില്ല. പിന്നെ പിടിയാനയ്ക്ക് നിന്ന സമയത്തും പോക്ക് വളരെ കുറവായിരുന്നു, പോകാൻ പറ്റിയിട്ടില്ല. കാരണം ആദ്യം നല്ല പണിയായിരുന്നു. അപ്പം എന്നാലും സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ പോവായിരുന്നു. നമ്മൾ ഏകദേശം ഒരു നെല്ലിയാമ്പതി പകുതി എത്തിയിട്ടുണ്ട്. നെല്ലിയാമ്പതിയുടെ വീഡിയോ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുകളെ വീഡിയോസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര ഒരു യൂട്യൂബറല്ല. എനിക്ക് ഫോണിൻ്റെ കാര്യത്തിനൊക്കെ പരിമിതികളുണ്ട്. ഇതൊക്കെ വെച്ച് വേണം ചെയ്യാൻ. എന്തൊക്കെയോ കാണിക്കാൻ കാലുകൊണ്ടൊന്നും വേണ്ടില്ല. പിന്നെ കാഴ്ച കാണൽ കിട്ടല അപൂർവമാണ്. ഇത്ര ഇതിൽ കാഴ്ച അപൂർവമായിട്ട് കിട്ടില്ല. ആദ്യമായിട്ടാണ്
വാഴ ഇട്ട് കൊടുത്തതിൻ്റെ തൊഴിലധികം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇറങ്ങിയ നമുക്ക് മൃഗങ്ങളെ കിട്ടും. ഇതിനൊരു രാശിയും കൂടി വേണം. നമ്മൾ എന്നിറങ്ങിയാലേ നമുക്ക് ആനേനെ കിട്ടാറില്ലേ, അല്ലെങ്കിൽ എന്ത് സാധനങ്ങളെ കിട്ടാറില്ല. ആണ് ഒരു രാശി വേണം അതിന്. വഴിയിൽ സൂക്ഷിച്ച് ഓടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ അപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്രോസ് ചെയ്ത് ചാടി പോവാം. നേരത്തെ എൻ്റെ ഫ്രണ്ടിലൊരു വണ്ടി പോയി, എമ്മാതിരി സ്പീഡിലാണ് പോണേ. നമ്മളെപ്പോഴും കാട് വഴിക്ക് യാത്ര, വന്യമൃഗങ്ങളുള്ള സ്ഥലത്തേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ പരമാവധി സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ. ഒരു മനുഷ്യല്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. അതല്ലേ ആളും ബഹളം തിരക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്നല്ലേ. വൈകുന്നേരമായ നല്ല കോടമഞ്ഞായിരിക്കും, നല്ല രസമായിരിക്കും. വരുമ്പോ എന്തൊരു ബ്ലോക്ക് ആയിരിക്കും അറിയോ. ഇടദോഷം തേയില മഴക്കാലത്ത് കാണാൻ തന്നെയാണ് ഭംഗി. വീഡിയോസിലെല്ലാം കറക്റ്റ് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ സീതാരകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. സീതാരകുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനി മുന്നോട്ട് ജീവിക്കാനൊന്നും യാതൊരു വകവിധ മാർഗങ്ങളില്ലാണ്ടായി വരുമ്പോൾ ആദ്യം എടുക്കണ തീരുമാനമാണ് എന്തിനാ ജീവിക്കണേ. അതുകൊണ്ടൊന്നും കാര്യമില്ലേ, നമ്മൾ പൊരുതി നേടണം. എല്ലാ ദിവസവും ഈ ആനയുടെ വീഡിയോസ് അല്ലേ, ഇന്നിപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മൊത്തത്തിനൊരു സമാധാനം നോക്കി. ഇവിടെ അങ്ങോട്ട് നിന്നിട്ട് താഴത്തേക്ക് ഒരു പോക്ക് പോയാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഡ്രസ്സ്. കൊല്ലങ്കോട് ഭാഗമൊക്കെയാണ് അത്. എന്തിട്ടാ ഭംഗി. നന്നായിട്ടുണ്ട് അല്ലേ.
എൻ്റെ അമ്മേ. ഞങ്ങൾ പണ്ടേ മറ്റേ മറ്റേ ഇടുക്കി രാഹുല് പല്ലാരിമംഗലത്ത് ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കൊമ്പനാന ഉണ്ടായിരുന്നു, ഒരു കുറ്റി കൊമ്പനാന. അപ്പോൾ ഇടുക്കി രാഹുല് ആ ആനയ്ക്ക് ഭയങ്കര സീറ്റിങ് നടന്നവന്. അങ്ങനെ വയനാട് ഒരു സ്ഥലത്ത് ഞാനന്ന് ദേവിദാസനാണ് കയറിക്കൊണ്ടിരിക്കുക, ചെമ്പൂത്ര ദേവിദാസനാണ്. അന്ന് ഇതേപോലെ തന്നെ മറ്റേ കൽപ്പറ്റ മണിയങ്കോട് എന്താ പുൽപ്പാറ എസ്റ്റേറ്റ് അവിടെ പണിയാൻ പോയി. ആനയും കൊണ്ട് തടി വലിക്കണതേ. എന്നിട്ട് പറയണം 6 മണി 6:30 7 മണിക്ക് പണിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തേക്കുന്ന ആൾക്കാരെ കാണില്ല. അത് ഇതേപോലത്തെ ഇങ്ങനത്തെ ഈ മരങ്ങളുണ്ട്, ഈ അക്കേഷ്യ അങ്ങനത്തെ ഈ മരങ്ങളാണ് വലിക്കാൻ പോണത് കൂടുതൽ. പിന്നെ മഹാഗണി ഇങ്ങനെയൊക്കെ. ക്ഷീണം എന്ന് പറയുന്ന സാധനം ഇല്ല ആനകൾക്കും നമുക്കും. ആനയ്ക്ക് ക്ഷീണം വേണ്ടേ? കാരണം ആന ചൂടാവണില്ല, കാരണം അമ്മാതിരി തണുപ്പല്ലേ, നല്ല തണുപ്പിൽ മരമൊക്കെ വലിച്ച്. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അത് ഓർമ്മ തന്നെ. അന്ന് കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആനയുടെ പുറത്തിരുന്ന് പണിയും, ആനയുടെ മുകളിലിരുന്ന് ഒരാൾ പണിയുമ്പോൾ താഴെ ചുവട്ടിൽ വക്ക കെട്ടി കൊടുക്കണം. വക്ക കെട്ടി കൊടുത്ത ആന അത് വലിച്ച്, അപ്പം ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയ്ക്കടയൊക്കെ ഈ കാപ്പിയുടെ കുറ്റിക്കാലൊന്നും ഇതൊന്നും കളയാതെ വേണം അതിൻ്റെ ഇടയ്ക്കട വലിക്കാൻ. അപ്പം ആനയുടെ മുകളിൽ കയറി പണിയാൻ സമർത്ഥനായ ആനക്കാരനായിരുന്നു ഈ രാഹുലൊക്കെ. നല്ല സമർത്ഥനായ ആനക്കാരനാണ്. ആനയുടെ മുകളിൽ കയറിയിരുന്ന് പണിയാനും. അതുമാതിരി തന്നെ ഇടുക്കി രാഹുലിൻ്റെ കാര്യമായിട്ട് പറയണേ, അതിപ്പം നമ്മുടെ മറ്റേ ഈ ആന അയച്ചിട്ടുണ്ട്, നമ്മുടെ മറ്റേ പഴയ വാരിക്കാട്ട് കാർത്തികൻ ആന. ഇപ്പം അതിൻ്റെ പേര് കൊല്ലത്തെങ്ങാണ്ടാണ്, എന്താ അങ്ങനെ എന്തോ ആണ്, പിച്ചിയിലോ അവിടെ എവിടെ എങ്ങാണ്ടാണ്. ഞാൻ പിന്നെ കണ്ടിട്ടില്ല ആനനെ, 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എന്താ മരങ്ങളൊക്കെ വെട്ടി മുറിച്ചിട്ടിട്ട് അത് ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയുടെയും ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കടെയും ഇതിന്മേ മരത്തിന്മേ ഒന്നും കൊള്ളാതെ വലിച്ച് കൊണ്ടുവന്ന് റോട്ടിൽ കൊണ്ടുവന്ന് ലാട്ടാക്കിയിട്ട് 2 പടങ്ങ് കുത്തിയിട്ട് ആന തന്നെ തള്ളി വണ്ടിയിലേക്ക് കയറ്റും. എന്നൊക്കെ പണിക്കാശാണ്. പകുതി കാശ് മുതലാളിക്ക്, പകുതി കാശ് ആനക്കാർക്ക്. കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, അട്ടയൊക്കെ കടിച്ചിട്ടും കാൽമേകടയൊക്കെ കടിച്ച് കയറിയിട്ടൊക്കെ ഇല്ലേ. പക്ഷെ ആ സാഹചര്യത്തിൽ ഇന്നത്തെ തലമുറയിലെ ഒറ്റ പിള്ളേര് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട രീതിക്കൊന്നും നിന്ന് പണിയെടുത്ത് പോരില്ല. ഇന്നിപ്പോൾ ഒരു വലിയ പനയുടെ മുകളിൽ കയറി ഒരു പനയുടെ പട്ട വെട്ടറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ഒരാൾ പോകും. എന്നാൽ നല്ല രീതിയിൽ പണിയെടുക്കണ പിള്ളേരും ഉണ്ട് കേട്ടോ. രണ്ട് വിഭാഗമുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാരുടെ കാൽമയൊക്കെ കമ്പിയിട്ടേക്കുക. ആനയ്ക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആനയുടെ കാര്യത്തിന് വിളിച്ചാൽ പറയും, തീറ്റ ഇറക്കുമോ, പട്ട വണ്ടിക്ക് ഇറക്കുകയാണോ? എന്താണെന്നറിയോ, ഞാനേ വണ്ടിമേന്ന് വീണിട്ടേ എൻ്റെ കാല് കമ്പിയിട്ടേക്കുക, എനിക്ക് കയറാൻ പറ്റില്ലേ. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ പോലും പറ്റാത്ത ആൾക്കാരാണ് ആനപ്പണി എന്ന് പറഞ്ഞിട്ട് നടക്കണം. അതൊന്നും നടക്കണ കേസല്ല. ഞാൻ അങ്ങനെ പറയണ ആൾക്കാരുടെ അടുത്ത് ഒന്ന് ശരിട്ടാ, ഞാൻ വിളിക്കും, എങ്ങനെയുണ്ട് എന്താ നമ്മുടെ എനിക്കൊരു വേക്കൻസി ഉണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ചോദിക്കണ ചോദ്യം എന്തിട്ടാണ്, എനിക്ക് പട്ട ഇറക്കുമെന്ന്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതേപോലത്തെ ഉള്ള തോട്ടത്തിൽ ചിലപ്പോൾ ആ ഒരു മലയുടെ മണ്ടയിലുള്ള തടി അവിടെ ആയിരിക്കും കിടക്കുന്നത്. ആ സാധനം അവിടെ നിന്ന് വലിച്ച് ഇവിടെ താഴെ കൊണ്ടുവന്ന് ചിലപ്പോൾ 2 ആനയായിരിക്കും പണിയുന്നത്. ഒരാന അവിടെ നിന്ന് പകുതി വരെ വലിക്കും, ഒരാന പകുതിയും താഴത്തേക്ക് വലിക്കും. അപ്പം ഈ ആന നടക്കണതിൻ്റെ ഒപ്പം നമ്മൾ നടക്കണം. നമ്മൾ നടന്ന് ഈ ആന ഊടാവണോടത്തൊക്കെ തടി പടങ്ങിട്ട് കൊടുത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇല്ലേ തണ്ടലിങ്ങനെ ഇതായി പോവും. എന്നിട്ട് ആ പണിയും കഴിഞ്ഞ് ആ പട്ട വെട്ടി ആനേനെ കഴുകി കെട്ടി തറയിൽ കെട്ടി പോയി റൂമിൽ പോയി കിടക്കുമ്പോൾ 8 മണി 8:30 ആവും ആനപ്പണി തീരാൻ. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് വീണ്ടും എണീക്കണം. ഇപ്പം ഉള്ള പിള്ളേരാണെങ്കിൽ ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ രാവ് പകൽ വ്യത്യാസമുണ്ട്. പഴയതിൽ പട്ടവെട്ടി നടന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ ആനകളുടെ കൂടെ നിന്ന് പണി പഠിച്ച് കഷ്ടപ്പെട്ട് നടന്ന ആൾക്കാരൊക്കെ ഇന്ന് നല്ല നല്ല ആനകൾ കയറിക്കൊണ്ടിരിക്കുക. അന്ന് ഇതുപോലെ ഉടായ്പ് കാണിച്ച് അല്ലെങ്കിൽ ആ പണിയിൽ കള്ളത്തരം കാണിച്ച് നടക്കുന്ന ആൾക്കാർ ഇന്നും പട്ടയം വെട്ടി തലയെക്കെട്ടും കെട്ടി എരണ്ടോ മാറ്റി അവരങ്ങനെ നടക്കണുണ്ട്. ഞാൻ പറയുന്നത് പിള്ളേരെ, നമുക്ക് ഉള്ള നമ്മുടെ ഉത്തരവാദിത്തം അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന പണി ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അതിൽ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ പുറകെ
ഞാനൊക്കെ എന്തോരം അന്ന് മനസ്സുകൊണ്ട് ദൈവമേ ഈ പണിക്കൊക്കെ ഇറങ്ങി തന്നെ വലിയ അങ്ങനെ വിചാരിച്ച സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ദൈവം സഹായിച്ചിട്ട് ഇപ്പം ഇല്ലേ എല്ലാ ആൾക്കാരുടെ ഇടയിലും നമ്മൾ അറിയപ്പെടുന്നുണ്ട്, നമ്മളെ ആൾക്കാരുകൾ തിരിച്ചറിയുന്നുണ്ട്. അല്ലെങ്കിൽ ബിനിച്ചേട്ടാ നിങ്ങളുടെ വീഡിയോ, നിങ്ങൾ ഇടുന്ന വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആന പണി ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങൾ അതാണ്. ഓരോരുത്തർ നമ്മളെ ഫോൺ വിളിച്ചിട്ട് പറയുക ചേട്ടാ ചേട്ടൻ്റെ വീഡിയോസ് ഞങ്ങൾ കാണാറുണ്ട്, ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് എന്ന് പറയുന്ന നമ്മളെ വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഒരാളെങ്കിൽ ഒരാൾ ചേട്ടൻ ചെയ്യണത് അല്ലെങ്കിൽ ചേട്ടൻ്റെ ആ കാര്യങ്ങൾ ഭംഗിയാട്ടോ എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം കിട്ടാനുള്ളത്. അപ്പോൾ കുറേ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് എൻ്റെ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത്. ഇന്നിപ്പോൾ എനിക്ക് ആനയൊന്നുമില്ല, ഇന്നത്തെ ദിവസം എനിക്ക് ആനപ്പണിയോ കാര്യങ്ങളോ അതൊന്നുമില്ല. ഞാൻ ഇന്നിപ്പോൾ ചുമ്മാ വെറുതെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏതായാലും ഇങ്ങോട്ടല്ലേ വരണേ, അപ്പം ചെറിയൊരു വ്ളോഗാക്കി എടുക്കാം. എന്ന് ഈ ആനയുടെ കാര്യങ്ങളും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ട. ഇപ്പം ഞാൻ പറയുമ്പോൾ കുറച്ച് ആനക്കാർ പിള്ളേർക്കൊക്കെ അത് കുശുമ്പൂത്തും, അവരിങ്ങനെ അതും ഇതൊക്കെ പറയും. അങ്ങനെ പറയണം നിങ്ങളാണ് ശരിക്കും. നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നന്നായിട്ട് ജീവിക്കണോ, നല്ല അടിപൊളിയായിട്ട് പണിയെടുത്ത്